ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കപ്പിക്സ്. സുസുക്കി അവരുടെ ഏറ്റവും പുതിയ ജനറേഷൻ എസ് ക്രോസ് റിവീൽ ചെയ്തിരിക്കുകയാണ്. പുതിയ എസ് ക്രോസ് എന്തായാലും പഴയതുപോലെ അത്ര ബേസിക് അല്ല. ഒരുപാട് ഫീച്ചേഴ്സും അതുപോലെ ഇന്റീരിയർ ഡിസൈൻ, എക്സ്റ്റീരിയർ ഡിസൈൻ ചേഞ്ചസ് എല്ലാം തന്നെ ഈ ഒരു വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട്. ഈ പുതിയ മോഡൽ എസ് ക്രോസ് ഇന്ത്യയിലേക്ക് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ തന്നെ നോക്കാം. എന്തായാലും ആദ്യം തന്നെ ഈ വാഹനത്തിന്റെ ഡിസൈൻ പോർഷനിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നിലവിലെ ഔട്ട് ഗോയിങ് എസ് ക്രോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഈ വാഹനത്തിന്റെ ഡിസൈനിൽ സുസുക്കി വരുത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഹെഡ് ലാംപ്സ് എടുക്കുകയാണെങ്കിൽ ഹെഡ് ലാംപ്സ് കുറച്ചും കൂടെ സ്ലീക്ക് ആയിട്ടുണ്ട്. ഓൾ LED ഹെഡ് ലാംപ്സിന് ട്രീറ്റ്മെന്റ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അതായത് ഇതിലെല്ലാം LED ആണ്. ഗ്രില്ല് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. ഇതിന് മുമ്പുണ്ടായിരുന്ന ഗ്രില്ലല്ല എന്തായാലും ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നടുവിൽ അത്യാവശ്യം സൈസുള്ള ഒരു തിക്കായിട്ടുള്ള ക്രോം എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന് സെൻട്രലായിട്ടാണ് സുസുക്കിയുടെ ലോഗോ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഗ്രില്ലാണെങ്കിലും മറ്റേ ഗ്രില്ലിലും എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഗ്രില്ലിന്റെ ഡിസൈനാണ്. ഇനി താഴെ ബമ്പറിലേക്ക് വരികയാണെങ്കിൽ ഫോഗ് ലാംപ്സ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്ലേസ്മെന്റ് ഹെഡ് ലാംപ്സിലല്ല. ഇതിന്റെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്ലേസ്മെന്റ് ഫോഗ് ലാമ്പ് ഏരിയയുടെ തൊട്ട് മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം ബ്രസ് ഇറങ്ങിയ സമയത്ത് കണ്ടതുപോലെയാണ് ഈ വാഹനത്തിന്റെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്ലേസ്മെന്റ്. ഫ്രണ്ടിലായിട്ട് സിൽവർ സ്കിഡ് പ്ലേറ്റ്സ് താഴത്തെ സുസുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പറിലാണെങ്കിലും താഴത്തെ പോർഷൻ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അത് കുറച്ചുകൂടി SUV ടൈപ്പ് അപ്പീൽ കൊടുക്കാൻ വേണ്ടിയാണ് സുസുക്കി അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ADAS അതായത് അഡാസിന്റെ സെൻസർ കാണാം. എന്തായാലും അഡാസിലേക്ക് ഞാൻ വരാം. ഈ വാഹനത്തിൽ ഒരുപാട് അഡാസ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓവറോൾ എന്തായാലും ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ഡിസൈൻ ഇങ്ങനെയാണ്. ഇനി ഇതിന്റെ സൈഡ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ 17-inch ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഈ വാഹനത്തിൽ സുസുക്കി കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഡീസന്റ് ആണ്. വളരെ സ്പോർട്ടി ഫീൽ ഉള്ള ഒരു അലോയ്സിന്റെ ഡിസൈൻ ഒന്നല്ല ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഒരു നോർമൽ SUV എന്ന് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ക്രോസ് ഓവർ SUV എന്ന പേരിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു അലോയ്സിന്റെ ഡിസൈൻ ആണെന്ന് തന്നെ പറയാം. ഡയമണ്ട് കട്ട് ഫിനിഷ് ആണ്. അതായത് ഡ്വൽ ടോൺ ഫിനിഷിലാണ് ഈ വാഹനത്തിന്റെ അലോയ്സ് വരുന്നത്. ഇനി സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും അവിടെ ബ്ലാക്ക് ഡൗട്ട് വീൽ ആർച്ചസ് വരുന്നുണ്ട്. അതുപോലെ താഴത്താണെങ്കിലും ഒരു SUV ടൈപ്പ് അപ്പീൽ കിട്ടുന്ന രീതിയിൽ അവർ ബ്ലാക്ക് ഡൗട്ട് സൈഡ് ബോഡി ക്ലാഡിങ്സും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വിൻഡോ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിൽ ബോഡി കളർ ഡോർ ഹാൻഡിൽസും ORVMസും എല്ലാം തന്നെയാണ് വരുന്നത്. രണ്ട് സൈഡിലും റിക്വസ്റ്റ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതായത് ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും. ഇതിന്റെ ORVMസിന്റെ ഡിസൈൻ നേരത്തെ എസ് ക്രോസുമായിട്ട് വളരെയധികം സിമിലർ ആണ്. അത് അവർ ചേഞ്ച് ചെയ്തിട്ടില്ല. ടോപ്പിൽ റൂഫ് റെയിൽസ് അവൈലബിൾ ആണ്. ഫംഗ്ഷണൽ ആയിരിക്കാൻ സാധ്യതയില്ല, മിക്കവാറും ഫേക്ക് ആയിരിക്കും. അതുമാത്രമല്ല ഈ വാഹനത്തിന്റെ വിൻഡോ ഏരിയയ്ക്ക് താഴത്താണെങ്കിലും ചെറിയൊരു ക്രോം എലമെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിന്റെ സീ പില്ലറിലായിട്ട് ക്വാർട്ടർ ഗ്ലാസ് പോലെ തോന്നിക്കുന്ന ഒരു ചെറിയ എലമെന്റ് വരുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് ഡിസൈനർ എലമെന്റ് ആണ്, അല്ലാതെ ഒരു റിയൽ ക്വാർട്ടർ ഗ്ലാസ് അല്ലത്. ഒരു മാറ്റ് ബ്ലാക്ക് പീസ് അവർ അഡീഷണൽ വെച്ചു എന്നേ ഉള്ളൂ. എന്തായാലും അത് വെച്ചുകൊണ്ട് ഈ വാഹനത്തിന് കുറച്ചും കൂടെ ഒരു നീളം ഫീൽ ചെയ്യുന്നുണ്ട്. റൂഫിലാണെങ്കിലും ഷാർക്ക് ഫിൻ ആന്റിനെ ഒന്നും ഈ പുതിയ എസ് ക്രോസിലും അവർ കൊടുത്തിട്ടില്ല. നോർമൽ റബ്ബറൈസ് സ്റ്റാൻഡിന് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ റിയർ ഡിസൈനിലേക്ക് വരാം. ഇതിന്റെ റിയർ ഡിസൈൻ ഇപ്പം നിലവിൽ പോകുന്ന എസ് ക്രോസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. ഈവൻ ഇതിന്റെ ടെയിൽ ലാംപ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ടെയിൽ ലാംപ്സ് ഫുൾ LED യൂണിറ്റ് ആണ് ഇപ്പോൾ പുറകിൽ വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ കുറച്ചും കൂടെ സ്ലീക്കായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മറ്റു രണ്ടിലെ ടെയിൽ ലാംപ്സിന് കുറച്ചും കൂടെ സൈസ് കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പം ഡിസൈൻ വൈസ് സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് എന്തായാലും ഈ ടെയിൽ ലാംപ്സിന്റെ ഡിസൈൻ അത്രയധികം ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും അവരത് കണക്ട് ചെയ്യുന്ന പോലുള്ള ഒരു ചെറിയ സ്ട്രിപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ക്രോം എലമെന്റ് അല്ല. പിന്നെ ഓഫ് കോഴ്സ് റിയ വൈപ്പർ വാഷർ, ഡിഫോഗർ, അതുപോലെ ടോപ്പിലാണെങ്കിലും സ്പോയിലർ, റിയ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ്സ് എല്ലാം അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡിൽ സുസുക്കിയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ എസ് ക്രോസിന്റെ ബാഡ്ജിങ്ങും ഹൈബ്രിഡിന്റെ ബാഡ്ജിങ്ങും വരുന്നുണ്ട്. ആൻഡ് താഴത്തെ ബമ്പറിലാണെങ്കിലും ഫോഗ് ലാംപ്സ് അവൈലബിൾ ആണ്. അതുപോലെ രണ്ട് റിഫ്ലക്ടേഴ്സ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പുറകിൽ പാർക്കിംഗ് സെൻസേഴ്സ് അവൈലബിൾ ആണ്. പുറകിലാണെങ്കിലും നമ്മൾ മുൻപിൽ കണ്ടതുപോലെ തന്നെ സിൽവർ സ്കിഡ് പ്ലേറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ഡിസൈൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടെങ്കിലും ഇതിന്റെ റിയർ ഡിസൈൻ എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും അത് പേഴ്സണലാണ്, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ടോട്ടൽ 430 ലിറ്റേഴ്സിന്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ സുസുക്കി ഓഫർ ചെയ്യുന്നത്. അതെന്തായാലും ഈ സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡീസന്റ് ബൂട്ട് സ്പേസ് ആണ് എന്ന് പറയാം. ഇനി ഈ വാഹനത്തിന്റെ ഇന്റീരിയേഴ്സിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീൽ നോക്കാം. സ്റ്റിയറിംഗിന്റെ ഡിസൈൻ അവരെന്തായാലും ചേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം നിലവിലുള്ള എസ് ക്രോസിന് സെയിം സ്റ്റിയറിംഗ് ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾസ് അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിൽ ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. അതുപോലെ സ്റ്റിയറിംഗിന് താഴത്തായിട്ടും കുറച്ചധികം ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഡിസൈൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാമായിരുന്നു എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. കാരണം ഇത് കുറച്ചൊരു ഔട്ട്ഡേറ്റഡ് പോലത്തെ ഡിസൈൻ ആണ്. എന്തായാലും സൈഡിലത്തെ AC വെൻസിന്റെ ഡിസൈനും അവർ ചേഞ്ച് ചെയ്തിട്ടില്ല. അതും സെയിം തന്നെയാണ്. ഗ്ലോബൽ വിറ്റാരയുടെ സെയിം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് പുതിയ എസ് ക്രോസിലും കമ്പനി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇനി വാഹനത്തിന്റെ സെന്റർ കൺസോൾ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ പുതിയൊരു 9 ഇഞ്ചസിന്റെ HD ടച്ച് സ്ക്രീൻ ഫോർട്ടീൻ ജസ്റ്റ് ആണ് വരുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന മോഡൽ 7 ഇഞ്ചസിന്റെ ടച്ച് സ്ക്രീൻ ആയിരുന്നു. അതെന്തായാലും കുറച്ചും കൂടെ സൈസ് കൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ ലോവർ സ്പെക് മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൽ 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു മോഡൽ, അതായത് ഇതിന്റെ ടോപ്പ് സ്പെക് മോഡൽ എടുക്കുകയാണെങ്കിൽ ഇതിൽ 9 ഇഞ്ച് വരെയുള്ള ടച്ച് സ്ക്രീൻ ഫോർട്ടീൻ സിസ്റ്റം അവൈലബിൾ ആണ്. അതെന്തായാലും സൈസ് കൂട്ടിയത് നന്നായി. കാരണം മറ്റത് കുറച്ചൊരു ചെറിയ സൈസ് ആയിട്ട് തോന്നുമായിരുന്നു. AC വെൻസിന്റെ സറൗണ്ടിങ്ങിൽ സിൽവർ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ AC കൺട്രോൾസ് ആണെങ്കിലും റോട്ടറി നോബ്സിലാണ് വരുന്നത്. എന്തായാലും ഡ്യുവൽ സോൺ ഓട്ടോ AC ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അതായത് കോ പാസഞ്ചറിനും ഡ്രൈവറിനും അവർക്ക് വേണ്ട രീതിയിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. അതും ഇതിനു മുമ്പ് എസ് ക്രോസിൽ അവൈലബിൾ അല്ലായിരുന്നു. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്തായാലും പുതിയ എസ് ക്രോസിലും സുസുക്കി കൊടുത്തിട്ടില്ല. നോർമൽ ആ ഒരു ലിവർ തന്നെയാണ് വരുന്നത്. മുൻപിലും പുറകിലും ആംറസ്റ്റ് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ ഹാൻഡ് ബ്രേക്കിന്റെ
ബാക്കിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ലിവറിൻ്റെ സൈഡിൽ സുസുക്കിയുടെ ഓൾ ഗ്രിപ്പ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് അവൈലബിൾ ആണ്. അതായത് ഈ വാഹനത്തിൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം വരുന്നുണ്ട്. വേണമെങ്കിൽ മോശമില്ലാത്ത രീതിയിൽ ഈ വാഹനത്തിന് ഓഫ് റോഡും ചെയ്യാൻ പറ്റും. ഓവറോൾ ഈ വാഹനത്തിന് ഡാഷ്ബോർഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്ന എസ്ക്രോസിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലാതൊരു കംപ്ലീറ്റ്ലി ന്യൂ ഡാഷ്ബോർഡ് ഡിസൈൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഓൾ ബ്ലാക്ക് തീമിലാണ് ഈ വാഹനത്തിന് ഇന്റീരിയേഴ്സ് വരുന്നത്. അതിപ്പോൾ സീറ്റ്സ് ആണെങ്കിലും ലെതററ്റ് സീറ്റ്സ് ആണ്, എല്ലാം ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഡാഷ്ബോർഡ് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്, സീറ്റ്സിന്റെ അപ്പോൾസ്റ്ററിയും ബ്ലാക്കിലാണ് വരുന്നത്. മുൻപിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അവൈലബിൾ ആണ്. പുറകിലാണെങ്കിലും 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ സുസുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നടുവിലിരിക്കുന്ന ആളുടെ കഴുത്തിനും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഒരു ആക്സിഡന്റ് അഥവാ സംഭവിക്കുകയാണെങ്കിൽ. ഇനി ഈ വാഹനത്തിന്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് സുസുക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൽ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ അവൈലബിൾ ആണ്. ഇതിൽ ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ റിയർ ട്രാഫിക് ക്രോസ് അലർട്ട്, അതായത് പുറകിലേക്ക് നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ തന്നെ പുറകിൽ വരികയാണെങ്കിൽ ഈ വാഹനം അവിടെ സ്റ്റോപ്പ് ആവും, ഓട്ടോണോമസ് ആയിട്ട് സ്റ്റോപ്പ് ആവും. നമ്മളവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പുറകിൽ ആരെങ്കിലും നടന്നു വരുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുപോലെ മറ്റ് പല ADAS ഫെസിലിറ്റീസ്, അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റത്തിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് സുസുക്കി വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു പാനറോമിക് സൺറൂഫ്, അതായത് നമ്മൾ ക്രെറ്റയിലൊക്കെ കാണുന്ന പോലുള്ള ഒരു വലിയ സൈസിലുള്ള സൺറൂഫും ഈ വാഹനത്തിൽ എന്തായാലും സുസുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓവറോൾ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്ന മോഡലിൽ നിന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ഈ മോഡൽ. എന്തായാലും നമ്മുടെ ഇന്ത്യയിലില്ലായിരുന്നു എങ്കിൽ പോലും ഗ്ലോബൽ സ്പെക് യൂറോപ്യൻ എസ്ക്രോസ്, അതായത് 2013 ഇറങ്ങിയ SX4 എസ്ക്രോസിൽ പാനറോമിക് സൺറൂഫ് എല്ലാം അക്കാലം മുതൽ തന്നെ അവൈലബിൾ ആയിരുന്നു. ഇന്ത്യയിലില്ലായിരുന്നു എന്ന് മാത്രം. ഇനി ഇതിന് ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിൽ ഒരു എഞ്ചിൻ ഓപ്ഷനാണ് യൂറോപ്യൻ മാർക്കറ്റ്സിലൊക്കെ വരുന്നത്. അതൊരു 1.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഈ സ്പെസിഫിക് മോഡലിന്റെ കാര്യമാണ് പറയുന്നത്. ഇതിലിപ്പോൾ ഇത് അത്യാവശ്യം നല്ല പവറുള്ള ഒരു എഞ്ചിനാണ്. 127 PS പവറും 235 ന്യൂട്ടൺ മീറ്റേഴ്സിന്റെ ടോർക്കും ഈ ഒരു എഞ്ചിൻ ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് പവർ. ഈ വാഹനത്തിൽ എന്തായാലും മൈലേജ് കൂട്ടാനും മറ്റുമൊക്കെയായി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പം 48 വോൾട്സിന്റെ ഒരു അഡീഷണൽ ബാറ്ററി പാക്ക് ആണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് സുസുക്കിയുടെ പല വാഹനങ്ങളിലും 12 വോട്ട്സ് വരെയൊക്കെയാണ് ബാറ്ററി പാക്ക് വന്നിരുന്നത്. അതുകൊണ്ട് ശരിക്കും പ്രാക്ടിക്കൽ ആസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇതിൽ പക്ഷേ എന്തായാലും അത്യാവശ്യം കാര്യമുള്ള ഒരു ബാറ്ററി പാക്ക് ആണെന്ന് പറയാം. ഏകദേശം 50 Nm ടോർക്ക് ഇതിൽ നിന്ന് ഈ വാഹനത്തിന് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ വാഹനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുസുക്കിയുടെ ഓൾ ഗ്രിപ്പ് എന്ന് പറയുന്ന ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം അവൈലബിൾ ആണ്. ആൻഡ് ഈ വാഹനത്തിന് 6 സ്പീഡ് മാനുവലും അതുപോലെ 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്നുണ്ട്. ഇതിനിപ്പോൾ 1.5 ലിറ്റർ എണ്ണ പെട്രോൾ എഞ്ചിൻ അവർ ഈ വാഹനത്തിന് ഗ്ലോബൽ പ്രീമിയറിന്റെ സമയത്ത് പറഞ്ഞിട്ടില്ല. ഇനി അടുത്തത് ഈ വാഹനത്തിന്റെ പ്ലാറ്റ്ഫോം ആണ്. ഇതിന്റെ പ്ലാറ്റ്ഫോം ടൊയോട്ടയുടെ TNGA ആർക്കിടെക്ചറിലേക്കൊക്കെ മാറുമെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടിയ ന്യൂസ് വെച്ച് ഈ വാഹനത്തിന്റെ പ്ലാറ്റ്ഫോം മാറിയിട്ടില്ല. സെയിം ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് പുതിയ എസ്ക്രോസും ബേസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാനൊരു സ്ഥലത്ത് റിപ്പോർട്ട് വായിച്ചത്. കുറച്ചു കാലം മുമ്പ് പുതിയ എസ്ക്രോസ് ടൊയോട്ടയുടെ TNGA ആർക്കിടെക്ചറിലേക്ക് മാറുമെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് എസ്ക്രോസ് പുതിയ മോഡൽ ഇന്ത്യയിലേക്ക് വരുമോ അതോ ഇല്ലയോ എന്നതാണ്. ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ വാഹനം വരാനുള്ള ചാൻസ് ഒരു 50-50% ആണെന്നാണ്. കാരണം ഇതിപ്പോൾ അങ്ങനെ പറയാനുള്ളൊരു കാര്യം, ടൊയോട്ടയും സുസുക്കിയും ഓൾറെഡി ഇന്ത്യക്ക് വേണ്ടി ഒരു വാഹനം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു ക്രെറ്റ കോമ്പറ്റീറ്റർ വാഹനമാണ്. അതായത് ഒരു അബോവ് 4 മീറ്റർ കോമ്പാക്ട് SUV ആണ് അവർ ഇന്ത്യക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ആ ഒരു വാഹനം ഈ വാഹനമാണെങ്കിൽ എന്തായാലും ഈ വാഹനം ഇന്ത്യയിലേക്ക് വരും. പക്ഷേ അവർ ഡെവലപ്പ് ചെയ്യുന്ന വാഹനം കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വാഹനമാണ്. അത് ഡൈഹാറ്റ്സുവിൻ്റെ DNGA എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചറിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ എസ്ക്രോസ് നോക്കുകയാണെങ്കിൽ ഇതിന് യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഏകദേശം നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 25 ലക്ഷം രൂപ മുതലാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അഥവാ അവർ ഒരു വാഹനം 2022 അല്ലെങ്കിൽ 2023 ഒക്കെ ആകുമ്പോഴേക്കും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത്രയും ഫീച്ചേഴ്സ് എന്തായാലും ഈ വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കില്ല. ഇതിലിപ്പോൾ ADASും അതുപോലെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം എല്ലാം തന്നെ അവർ എടുത്തു കളയേണ്ട ഒരു സാധ്യതയുണ്ട്. എനിവേ ഗായ്സ്, കൂടുതൽ വെൽസ് കിട്ടുന്നില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അതോൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.